ഹായ് ഹലോ, ഇന്നിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു വ്ളോഗായിരുന്നു, നന്ദൂസ് വ്ളോഗ് കേട്ടോ. അപ്പം അവരെക്കുറിച്ച് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നന്ദൂസ് വ്ളോഗിൽ അവർ രണ്ടാളും കൂടെ ഒന്നിച്ചെടുത്ത തീരുമാനം എനിക്ക് വളരെ ഇഷ്ടമായി. ഒരു വീഡിയോ മുഴുവനായിട്ട് ഞാൻ കണ്ടു. സ്ഥിരമായിട്ട് ഞാൻ കാണാറുണ്ട് അവരുടെ വീഡിയോ. അവരച്ഛൻ്റെ അമ്മേനെ അങ്ങനത്തെ ചേച്ചിയുടെ വീഡിയോ അതൊന്നും ഞാൻ കാണാറില്ല, പക്ഷേ ഇവരുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് കേട്ടോ. ഗോകുലായാലും നന്ദൂസായാലും നല്ല പക്വതയോട് കൂടെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഒരു എന്താ പറയുക, വാശി വൈരാഗ്യം അങ്ങനത്തെ ഒന്നും മനസ്സിൽ വെക്കാതെ സംസാരിക്കുന്ന രണ്ട് പേരാണ്. എനിക്കിഷ്ടമാണ് അവർ കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ അവരുടെ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷവും സങ്കടമൊക്കെ തോന്നി കേട്ടോ. ഒരു മരണത്തിൻ്റെ കാരണത്താലായാലും അവർ വീട്ടിൽ പോയി അച്ഛനമ്മേനെ കണ്ടു, സംസാരിച്ചു, അവരെ പ്രശ്നങ്ങളെല്ലാം പരസ്പരം സോൾവ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. കാരണം ആ കുട്ടി പറഞ്ഞതുപോലെ മനസ്സിന് എന്നൊരു സന്തോഷമാണ്. കാരണം അവളുടെ സൈഡ്, അവളുടെ സങ്കടങ്ങൾ കേൾക്കാൻ അവളുടെ അച്ഛനമ്മയും അവളുടെ കൂടെ ഇനി ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു സന്തോഷം മനസ്സിനുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം അത് കേട്ടപ്പോൾ അറിയാതെ എങ്ങനെയോ കണ്ണ് നിറഞ്ഞു കേട്ടോ. കുട്ടീൻ്റെ സംസാരം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും നമ്മൾ തിരിച്ചൊന്നും ചെയ്യാനോ പറയാനോ പോവാതെ എല്ലാവർക്കും നമ്മൾ പുറത്തു കൊടുക്കുക. നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാൻ നോക്കുക. അതാണ് നമ്മൾ വേണ്ടത്. അപ്പം നമ്മൾ നന്ദൂസിനേക്കാളും നമ്മൾ ഇത് പറയേണ്ടത് ഗോകുലിൻ്റെ അടുത്താണ്. ഗോകുലിൻ്റെ ആ തീരുമാനം അങ്ങനെ ആയതുകൊണ്ടല്ലേ ആ കുട്ടിക്ക് അച്ഛനും അമ്മേനെ തിരിച്ച് കിട്ടി. അപ്പം ആ ഗോകുൽ എന്ന് പറയുന്ന ബ്രദറിൻ്റെ അടുത്താണ് നമ്മൾ പറയേണ്ടത്, നന്ദി പറയേണ്ടത് കേട്ടോ. നല്ലൊരു മനസ്സുള്ളത് കൊണ്ടല്ലേ ഗോകുലിനങ്ങനെ അവളെ കൊണ്ടുപോകാനും അച്ഛനും അമ്മേനെ തിരിച്ചു കൊടുക്കാനൊക്കെ പറ്റിയത്. അപ്പം അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവായി നല്ലൊരു ജീവിതം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു കേട്ടോ. അപ്പം അവരുടെ ക്ലിപ്സ് ഞാനിതിലിടാം, വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ അവരുടെ വീഡിയോ കാണാൻ. നല്ല പക്വതയാർന്ന സംസാരമാണ് കേട്ടോ രണ്ടുപേരുടെ. നന്ദൂസ് സംസാരിക്കുന്നതിനേക്കാൾ നല്ല പക്വതയോട് കൂടെയാണ് ആ ചെറുക്കൻ സംസാരിക്കുക. ഗോകുൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. നല്ല രസമാണ് അവരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. നമ്മൾ വെറുതെ ഒരു ജീവിതമേ ഉള്ളൂ, നമുക്ക് ചെറിയൊരു ജീവിതമാണ്. അപ്പം നമ്മൾ വെറുതെ വാശിയും വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് കൊണ്ടുനടന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി തല്ലുകൂടി ലഹള കൂടി ഇങ്ങനെ ജീവിതം കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്ത് സന്തോഷത്തോടു കൂടെ ജീവിക്കുന്നതല്ലേ. ഞാനങ്ങനെ കേട്ടോ ചിന്തിക്കുന്നത്. നിങ്ങളെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ വിചാരിക്കും വലിയ പ്രശ്നമാണെന്ന്. പക്ഷെ അത് നേരിൽ കണ്ട്, ഗോകുൽ പറഞ്ഞ പോലെ നേരിൽ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ സോൾവ് ആവുന്ന വിഷയമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.